കൂടമേ പൊന്നുമേഞ്ഞ താഴിക കൂടമേ മരിയേ മഞ്ഞുപൂല വെണ്ണയാർന്നവളേ മനസ്സു നിർമ്മലമാക്കുവാൻ സതതമീശനെ വാഴ്ത്തുവാൻ നീ കൂടെ ചേർന്നു നിൽക്കണമേ അമലേ നിൻ സ്നേഹ പന്തനീർത്തണമേ പൊന്നുമേഞ്ഞ താഴിക കൂടമേ മരിയേ മഞ്ഞുപോലെ വെണ്മയാർന്നവളേ നിന്നെ കൂടാതില്ലേ മണ്ണിൽ വിശ്വാസത്തിൻ താളം എന്നും എൻ്റെ ചാരേ വന്നു കാവൽ നിൽക്കത്തായേ ഹൃദയ സാദ്വല വഴികളിൽ ഉദയ സൂര്യകിരണമാ മൃദുല ഗീത പൊരുളുമായി വരണമേ കാരുണ്യ ഉടവ ചാത്തിയ പുണ്യമേ ഓ കാലങ്ങൾ കൈവണങ്ങിയ നന്മനീ പൊന്നുമേ താഴിക കൂടമേ മരിയേ മഞ്ഞുപോലെ വെണ്ണയാർന്നവളേ സ്വർഗം വീണമീട്ടി ദൈവദൂതർ നിന്നെ വാഴ്ത്തി ജന്മം നൽകും മുൻപേ ദൈവം നിന്നെ മുദ്ര ചാർത്തി മനസ്സു വിങ്ങിയ വേളയിൽ മൺചിരാതു കൊളുത്തുവാൻ പെൺമേഘ സകലമായി വരണമേ കാരുണ്യ കതിരു ചൂടിയ കന്യമേ പരിശുദ്ധാത്മാവിൻ പൊന്നുമേഞ്ഞ താഴിക കൂടമേ മരിയേ മഞ്ഞുപോലെ വെണ്മയാർന്നവളേ മനസ്സു നിർമ്മലമാക്കുവാൻ സതതമീശനെ വാഴ്ത്തുവാൻ നീ കൂടെ ചേർന്നു നിൽക്കണമേ. ಜೋಸೆಫ್ ಸಿಟೂರ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿ 1971 ಕ್ರಿಸ್ಮಸ್ ದಿನದಲ್ಲಿ ಹೊಸ ದೇವಾಲಯವನ್ನು ಆಶೀರ್ವದಿಸಿ ದಿವ್ಯ ಬಲಿಪೂಜೆಯನ್ನು ಅರ್ಪಿಸುವುದರೊಂದಿಗೆ ಹೊಸ ದೇವಾಲಯಕ್ಕೆ ಸಂತ ಅಂತೋಣಿಯವರ ಹೆಸರನ್ನು ನಾಮಕರಣ ಮಾಡಲಾಯಿತು. ನಂತರದಲ್ಲಿ ಇಲ್ಲಿನ ಜನರ ಶೈಕ್ಷಣಿಕ ಪ್ರಗತಿಯನ್ನು ಮನಗಂಡು ಇಲ್ಲಿ ಒಂದು ಶಿಕ್ಷಣ ಸಂಸ್ಥೆಯನ್ನು ಪ್ರಾರಂಭಿಸಿದರು. ತಾಯ್ನಾಡು ಹಾಗೂ ತನ್ನವರನ್ನು ಬಿಟ್ಟು ಕರ್ನಾಟಕದ ಮಣ್ಣಿನಲ್ಲಿ ಬೇರೂರಿ ಕಠಿಣ ಪ್ರಯತ್ನ ಹಾಗೂ ಪರಿಶ್ರಮಗಳ ಹಾದಿಯಲ್ಲಿ ಕಾಡು ಹಾಗೂ ಕಾಡು ಪ್ರಾಣಿಗಳೊಂದಿಗೆ ಹೋರಾಡಿ ಬದುಕಿನ ಹಾದಿಯನ್ನು ಕಂಡುಕೊಳ್ಳಲು ಈ ದೇವಾಲಯ ಹಾಗೂ ದೇವಾಲಯದ ಸಂತರು ಕಾರಣಕರ್ತರಾಗಿದ್ದಾರೆ. ಇಂದು ಈ ಪುಣ್ಯ ಕಾರ್ಯಗಳಿಗೆ ಭಾಗಿಗಳಾಗುವಾಗ ಇಲ್ಲಿಯ ದೇವಜನ ಹರ್ಷ ಪುಳಕಿತರಾಗುತ್ತಿದ್ದಾರೆ. ಈ ಪ್ರದೇಶದ ಜನತೆಯ ಸಿಹಿ ಕಹಿ ಅನುಭವಗಳು ನಮಗೆ ಮಾರ್ಗದೀಪವಾಗಿದೆ. ನಮಗೆ ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ನಿಂತು ಈ ಪುಣ್ಯ ನಿಮಿಷಗಳನ್ನು ದೈವಾನುಗ್ರಹದ ಕ್ಷಣಗಳಾಗಿ ಮಾರ್ಪಡಿಸಿ ಪ್ರಾರ್ಥಿಸೋಣ.
നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാപിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ അന്തോനീസിൻ്റെയും ഈ രൂപങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ഒരു കുടിയേറ്റ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമായ എന്നാർപുരയിൽ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുണ്യഭൂമിയായ എന്നാർപുരയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദീപശിഖ അതിന്റെ ഓജസ്സും തേജസ്സും സാംശീകരിച്ച് ഒരുമയുടെ സ്നേഹത്തിന്റെ കുടക്കീഴിൽ വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥത്താൽ വളർന്നു വന്ന ഒരു വിശ്വാസ സമൂഹമാണ് വർക്കട്ട ഹന്തുവാനെ ഇടവക സമൂഹം. ഇന്ന് ഈ ഇടവകയുടെ മക്കൾ അതിയായി സന്തോഷിക്കുന്നു. കാരണം തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനും ഈ ദേശത്തിന്റെ അനുഗ്രഹവും സംരക്ഷകനുമായ വിശുദ്ധ അന്തോണീസ് പുണ്യവാളുടെ തിരുശേഷി പ്രതിഷ്ഠയ്ക്കും തിരുശേഷി പ്രയാണത്തിനും നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പിനും അതോടൊപ്പം ഇടവക തിരുനാളിനും നാം സാക്ഷ്യം വഹിക്കുന്നു. ചരിത്രത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യകാലങ്ങളിൽ എല്ലാർപുര ചെറുപുഷ്പ ദേവാലയത്തിൽ നിന്നും മാനന്തവാടി രൂപതയിലെ വൈദികർ കടന്നു വന്ന് തങ്ങളുടെ സേവനം കാഴ്ചവെച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് ചിറ്റൂലസിന്റെ നേതൃത്വത്തിൽ 1971 ക്രിസ്മസ് ദിനത്തിൽ ഹന്തുവാനയിൽ പുതിയ ദേവാലയം നിർമ്മിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ അന്തോനീസിന്റെ നാമം ദേവാലയത്തിന് നൽകുകയും ചെയ്തു. അതിനുശേഷം ഇടവകയോട് ചേർന്ന് സമൂഹത്തിന്റെ വിദ്യാഭ്യാസ ആവശ്യം കണക്കിലെടുത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ സാധ്യമാവുകയും ചെയ്തു. മാനന്തവാടി രൂപതയിലെ വൈദികരും സീമയ സന്യാസ സമൂഹത്തിലെ വൈദികരും നോർബട്ടേൻ സഭാ വൈദികരും ആരാധന സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളും ഈ ഇടവകയിൽ തങ്ങളുടെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. വിശുദ്ധ അന്തോനീസിന്റെ നാമം പേരുന്ന ഈ ഇടവകയും ഇടവക മക്കളും ഈ ദേശവും വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ചരിത്രത്തിന്റെ ഇരുടും വെളിച്ചവും നീണ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ അത് ഓർമ്മകളുടെ 1000 കഥ പറഞ്ഞു തരും. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് കർണാടകയുടെ മണ്ണിൽ ജീവിതം നട്ട് അധ്വാനത്തിന്റെയും അരിഷ്ടതയുടെയും പാതകൾ ഏറെ താണ്ടി കാടിനോടും കാട്ടുജീവികളോടും മല്ലിട്ട് ജീവിതം കരിപ്പിടിപ്പിച്ച ഒരു കുടിയേറ്റ ജനതയ്ക്ക് താങ്ങായി തണലായി ഉണ്ടായിരുന്നത് ഈ ദേവാലയവും തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥവുമാണ്. ഇന്ന് ഈ വിശുദ്ധ കർമ്മങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുമ്പോൾ ഈ ദൈവജനം വികാര നിർഭരമാവുകയാണ്. കുടിയേറ്റത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ക്രൈസ്തവർക്ക് മാർഗദീപമാകുവാൻ മരുഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന ആദ്യകാലങ്ങളിൽ വിശ്വാസ ജീവിതം ഉജ്ജ്വലിപ്പിക്കുവാൻ കടന്നു വന്ന തങ്ങളുടെ ആത്മീയ പിതാക്കന്മാരെയും സന്യസ്തരെയും ഞങ്ങളിപ്പോൾ അനുസ്മരിക്കുന്നു. കുട്ടിയുടെ പരിശ്രമത്തിന്റെയും പ്രയത്നത്തിന്റെയും വഴികളിലൂടെ കടന്നു പോയിട്ടാണ് ഇന്ന് ഈ ചരിത്ര നിമിഷം ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. അതോടൊപ്പം ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും ദൈവജനത്തെ പൂർണ്ണമായും ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാ നിരതരായി നിന്ന് ഈ വിശുദ്ധ കർമ്മത്തിന് സാക്ഷികളാകാം. വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകമായി അത് വർക്കട്ട വിശുദ്ധ അന്തോനീസിന്റെ ഇടവക ദേവാലയത്തിലാണ്. അതിന്റെ വിളംബരമാണ് ഉടൻ വായിക്കുവാൻ പോകുന്നത്. Ioannes Voltan, Ordinis Fratum Minorum, Sancti Francisci Conventualium, Alme Provinciae Italice, Santi Antoni Patavini, Minister Provincialis, Universis et Singulis presentes litteras in scripturis, fidem facimus atque testamur, quod nos ad maiorem omnipotentis Dei gloriam, suorumque sanctorum venerationem, recognobimus sacram particulam ex massa corporis Sancti Antoni Patavini confessoris
to the veneration of the faithful, given in Padua, September the 18th, in the year of the Lord, 2017. And must always be kept with the relic. For a canon lawyer, this is the most important part of the relic itself. സഭാപണ്ഡിതനും കുമ്പസാരകനുമായ വിശുദ്ധ അന്ത്രോനീസിന്റെ അഴുകാത്ത ശരീരത്തിന്റെ ഒരംശം ദൈവ മഹത്വത്തിനും വണക്കത്തിനും പരസ്യ വണക്കത്തിനും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദേവാലയത്തിന് സമർപ്പിക്കുന്നു. വൃത്താകൃതിയിലുള്ള ഈ ചില്ലിന്റെ ഉള്ളില് സ്വർണ്ണ ചെപ്പിന് ഉള്ളില് അഴുകാത്ത ശരീരത്തിന്റെ ഒരു അംശം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിന്റെ പിന്നില് ചുവന്ന സിൽക്കിന്റെ നൂല് കൊണ്ട് അത് ചുറ്റി വാക്സ് ഉപയോഗിച്ച് ഉരുക്കി സീൽ ചെയ്തു വെച്ചിരിക്കുന്നു. അതിന്റെ ആധികാരികത വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ തിരുശേഷിപ്പ് വിശുദ്ധനെ വണങ്ങുവാനും ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ദേവാലയത്തിന് പരിശുദ്ധ പരസ്യ വണക്കത്തിന് വേണ്ടി നമുക്ക് വേണ്ടി അത് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ക്രിസ്തു വർഷം 2017 സെപ്റ്റംബർ മാസം 18-ാം തീയതി പാതുമയിൽ നിന്നും കൊടുത്തുവിട്ടിരിക്കുന്നു എന്ന് ജോവാനി ബോൾതാൻ, ദ പ്രൊവിൻഷ്യൽ ഓഫ് പാതുമ, ഇറ്റലി. ഇത്രയുമാണ് ആ കത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന അതിൻ്റെ ഒതന്റിക് ആയിട്ട് തന്നിരിക്കുന്ന കത്താണ് ഇത്. ഈ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കോപ്പി എപ്പോഴും സീൽ ചെയ്ത് ഫ്രെയിം ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അത് ഓർമ്മപ്പെടുത്തുന്നു. ഉടനെ തന്നെ നടക്കാൻ പോകുന്നത് തിരുശേഷിപ്പ് പ്രതിഷ്ഠാകർമ്മമാണ്. പത്തനാപുരി രൂപതയുടെ ഇടയനഭിമന്യ മാർ ജോസഫ് പരമേശ്വര പിതാവ് അലക്സാണ്ടർ വാത്തിയച്ചനിൽ നിന്നും തിരുശേഷിപ്പ് സ്വീകരിച്ച് നമ്മുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിക്കുവാനുള്ള ആ പീഠത്തിന് പ്രതിഷ്ഠിക്കുകയും അത് ധൂപിച്ച് ആശീർവദിക്കുകയും ചെയ്യുന്നു. തിരുശേഷിപ്പ് നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ന് പല ദൈവകൃപകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിന്റെ പൂജ്യമായ ശരീരത്തിന്റെ ഒരു ഭാഗം ഈ ദേവാലയത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സജീവമായ സാന്നിധ്യം ആത്മീയമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് ദൈവവചന സന്ദേശം നൽകുന്നതിന് വേണ്ടി പുതുതായിട്ട് പണിത ആൾത്താരെയും ഒപ്പം വചനവേദിയും നമ്മളിന്ന് അഭിഷേകം ചെയ്ത് കൂദാശ ചെയ്യുകയാണ്. പുതിയ ഒരു ആൾത്താരെയും ഒപ്പം തന്നെ വചനവേദിയും നമുക്ക് ലഭിച്ചിരിക്കുന്നു. ശുദ്ധമായ തടിയിൽ പണിത മനോഹരമായ ആൾത്താരെയും വചനവേദിയും
ഇപ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് അൾത്താരയുടെ കൂദാശയോട് നടക്കുകയും നമുക്കറിയാം ദേവാലയത്തിൻ്റെ ഏറ്റവും കേന്ദ്രം അൾത്താരയാണ്. നമ്മുടെ കബറിടത്തിൻ്റെ സാന്നിധ്യമാണ്, കർത്താവിൻ്റെ കബറിടമായിട്ടാണ് നമ്മൾ വണങ്ങുക. ഒപ്പം ഈശോ മിശിഹായുടെ സിംഹാസനമായിട്ടുമാണ്. നമുക്കറിയാം വിശുദ്ധ കുർബാന അർപ്പണം ചെയ്യുന്നത് അൾത്താരയിലാണ്. ഒപ്പം ദൈവവചനം നമുക്ക് മുറിച്ചു വിളമ്പുന്നത് വചനവേദിയിലുമാണ്. മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഈ ആൾക്കാരുടെയും വചനവേദിയുടെയും കൂദാശ കൂടി വിശുദ്ധ കുർബാനയോട് ചേർന്ന് നമ്മൾ നടത്തുന്നു. ഇത്തരത്തിലുമാണ് നമുക്ക് ഭക്തിപൂർവ്വം വിചാരം. നമ്മുടെ ഇടവകയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലുമായി വന്നിരിക്കുന്ന എല്ലാ ഭക്ത ജനങ്ങളെയും ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെ കൺവെൻഷൻ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ സ്പിരിറ്റൻ ബഹുമാനപ്പെട്ട ഡിയോച്ചനെയും അച്ഛൻ്റെ കൂടെ എത്തിയിരിക്കുന്ന സഹോദരങ്ങൾ, ഒപ്പം ഇറ്റലിയിൽ നിന്ന് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സാണ്ടർ റാറ്റിയച്ചനെയും ഇറ്റലിയിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ഒള്ളേത്താഴ്ത്തച്ഛനെയും ഹൃദയപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യുകയും ഈ തിരുക്കർമ്മങ്ങൾ അവർ നമ്മോട് ചേർന്ന് പങ്കുചേരുന്നുണ്ട്. അവരുടെ സാന്നിധ്യം നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു. ഒപ്പം തന്നെ നോർബട്ടൈൻ സമൂഹത്തിൻ്റെ പ്രയർ സുപ്പീരിയർ ബഹുമാനപ്പെട്ട വിൻസെന്റ് മാറ്റൻ നിന്ന് ഈ കുർബാനയിൽ നമ്മളോടൊത്ത് സഹകാർമ്മികനാകുന്നു. അതിനെ ഹൃദയപൂർവ്വം നമ്മുടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Most cordial welcome, dear Father Alexander Ratti. We are very grateful to you and also the Minister Provincial especially. Please convey our gratitude to the Minister Provincial and also to the entire province for extending this great gift, a part of the body of Saint Anthony of Padua. You can experience and see that the saint is venerated very much here, very dear to the people of God here, and we receive a lot of fervors through his intercession. And the presence of the Holy Relic will definitely enhance the devotion of the people here. We now not only feel his spiritual presence but also his bodily presence here, with the presence of this Holy Relic. Thank you very much. Once again, most welcome to this holy celebration. We will pray together. Also, we in a way, special way, remember your province as we celebrate this holy Eucharist. We enter the holy Eucharist now.
ബലഹീനരായ ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ജ്ഞാനത്തിന്റെ പ്രഭയാൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സഭയെ വിശുദ്ധിയിൽ പരിപൂർണമാക്കുന്നതിനും ഈ കൂദാശകർമ്മം ഭക്തിയോടും ആദരവോടും കൂടി നിർവഹിക്കുന്നതിനും ജീവിതകാലം മുഴുവൻ അങ്ങയുടെ വിശുദ്ധ സഭയിൽ നൈർമല്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സൈന്യങ്ങൾ തൻ കർത്താവേ, മനോജ്ഞം നിൻ ഭവനം, നിൻ നിരുദ്ധം താരം, ആത്മാവാസിച്ചുഴലുന്നു. അതിൽ നിന്ന് പുറപ്പെടുന്ന ജീവദായകമായ ഉദാശകൾ വഴി അങ്ങയുടെ വിശദീകരണ ചിഹ്നത്താൽ മുദ്രിതരാക്കപ്പെടുന്ന വിശ്വാസികളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അങ്ങയുടെ സനാതനവും പരിപാവനവുമായ സ്വർഗീയ വസതിയെ പ്രകീർത്തിക്കുന്ന വിശുദ്ധർക്ക് ദിവ്യാനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവാലയത്തെയും ദൈവം വസിക്കുന്ന സ്ഥലമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഈ ഗാനസ്ഥലം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ